നമസ്കാരം, കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. റെസ്റ്റോറൻറ്റിൽ പോയി വാങ്ങുന്നതിനേക്കാൾ 81% വില കൂട്ടിയാണ് സ്വിഗ്ഗിയിൽ ഭക്ഷണം വിൽക്കുന്നത് എന്ന ആരോപണവുമായി യുവാവ്. കോയമ്പത്തൂരിൽ നിന്നുള്ള യുവാവാണ് തൻ്റെ അനുഭവം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത്. വെറും 2 കിലോമീറ്റർ ദൂരത്തുള്ള റെസ്റ്റോറൻറ്റിലെ ഭക്ഷണത്തിനാണ് ഈ വില കൂടുതലെന്നും യുവാവ് ആരോപിക്കുന്നു. ഭക്ഷണം എത്തിക്കാൻ താൻ നൽകേണ്ടത് അധിക തുകയായ 663 രൂപയാണ്. ഇതിനെക്കുറിച്ച് സ്വിഗ്ഗി ദയവായി വിശദീകരിച്ചാലും എന്നാണ് യുവാവ് പോസ്റ്റിൽ പറയുന്നത്. സുന്ദർ എന്ന യൂസറാണ് എക്സിൽ 2 ബില്ലുകളും വിശദമായി താരതമ്യം ചെയ്തുകൊണ്ട് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. സ്വകാര്യ ബസ്സിന് പിന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ ഇൻസുലേറ്റഡ് ലോറി ഇടിച്ചതിനെ തുടർന്ന് പിന്നാലെ വന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ആരുടെയും നില ഗുരുതരമല്ല. പാലിയേക്കര ടോൾ വിലക്ക് തുടരും. ടോൾ പുനഃസ്ഥാപിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. റോഡ് തകർച്ച പരിഹരിക്കാൻ 15 ദിവസം കൂടി ദേശീയപാത അതോറിറ്റി സാവകാശം ചോദിച്ചു. കേസിൽ തൃശൂർ കളക്ടറോട് ഓൺലൈനായി ഹാജരായി സ്ഥിതിഗതികൾ വിശദീകരിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. അണ്ടർപാസ് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അപകടം പതിവാണെന്ന് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. സർവീസ് റോഡുകളിലെ പ്രശ്നം പരിഹരിച്ചു വരുന്നുണ്ടെന്നും ടോൾ പുനഃസ്ഥാപിച്ച് ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്നും NHI പറഞ്ഞു. എന്നാൽ ജില്ലാ കളക്ടർ നാളെ ഓൺലൈനിൽ ഹാജരാകണമെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. നിലവിലെ സ്ഥിതിഗതികൾ ജില്ലാ കളക്ടർ വിശദീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ശാസ്താംകോട്ടയിൽ സ്കൂട്ടർ ബസ്സിലിടിച്ച് പ്രതിസുത വധുവിന് ദാരുണ അന്ത്യം. സ്കൂട്ടർ യാത്രക്കാരിയായ തൊടിയൂർ സ്വദേശിനി അഞ്ജനയാണ് മരിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ ഇന്ന് രാവിലെ 10:30 അപകടം. അഞ്ജന സഞ്ചരിച്ച സ്കൂട്ടറിൽ ഒരു സ്കൂൾ ബസ് തട്ടി. ഇതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറ്റൊരു ബസ്സിൽ ഇടിക്കുകയായിരുന്നു. കാട്ടുപന്നി സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു. കൂടത്തായി സ്വദേശി അബ്ദുൾ ജബ്ബാറാണ് മരിച്ചത്. കൂടത്തായി മുടൂർ വളവിൽ വെച്ച് കാട്ടുപന്നി ഇടിച്ച് സ്കൂട്ടർ മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സ്കൂൾ വിദ്യാർത്ഥിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. പടനക്കാട് കരുവളം കാരാക്കുണ്ട് റോഡിലെ ശ്രീനിലയത്തിൽ പവിത്രൻ അഞ്ചാംതുരുത്തി ശാന്ത ദമ്പതികളുടെ മകൻ ശ്രീഹരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാർ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പ് മരണം സംഭവിച്ചിരുന്നു. ജമ്മു കാശ്മീരിലെ കുൽഗാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. ഏറ്റുമുട്ടലിൽ 2 ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചു. കുൽഗാമിലെ ഗുദ്ദർ വനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ ഏറ്റുമുട്ടലുണ്ടായത്. ഭീകരവാദികളുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ജമ്മു കാശ്മീർ പോലീസ്, CRPF സൈന്യം എന്നിവരുടെ സംയുക്ത സംഘമാണ് ഭീകരവിരുദ്ധ ദൗത്യത്തിനിറങ്ങിയത്. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.